കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ട് ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ ഈ 2 കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റ് ചെയ്തത്. എന്തേ സമ്മതിച്ച്? എടാ, നിന്റെ ഉള്ളിലെ വർഗീയ ചിന്താഗതി, നിന്റെ ഉള്ളിലെ ഇസ്ലാം വിരുദ്ധത പച്ചക്ക് നീ ഇങ്ങനെ വന്ന് കൊണയ്ക്കാൻ നിൽക്കരുത്. എടാ കൊണ കുരിയ, നീ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവൂടാ. ഊളത്തരം പറയില്ല. നിന്നെ കൊണ്ടൊന്നും സാധനം പൊക്കി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതങ്ങ് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു പോകും. അല്ലാണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ മെഴുകാൻ നിൽക്കരുത് പ്ലീസ്. കന്യാസ്ത്രീ വിഷയത്തിലെ കാസയും മൂഞ്ചിച്ച് കുര്യനും മൂഞ്ചിച്ച്. ഈ കാസയും കുര്യനും ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരായതുകൊണ്ട് ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഷപ്പുമാരും ബാക്കിയുള്ള എല്ലാ കന്യാസ്ത്രീകളും അച്ഛന്മാരും മൊത്തത്തിൽ മൂഞ്ചി. ഇതാണ് എനിക്ക് പറയാനുള്ള കഥ. എന്താണെങ്കിലും കൊള്ളാം. നമുക്ക് കുര്യൻ മൂഞ്ചിച്ചത് ആദ്യം കേട്ടിട്ട് പിന്നെ നമുക്ക് കാസ മൂഞ്ചിച്ച കഥയും കൂടെ പറയാം. കേക്ക്. സിസ്റ്റർ പ്രീതിയും അതുപോലെ തന്നെ വന്ദനയും അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, അവരൊരു ഓട്ടോണമസ് ആയിട്ടുള്ള കോൺഗ്രിഗേഷന്റെ സിസ്റ്റേഴ്സാണ്. അതിൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് അസീസിയോ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ചേർത്തലയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടർ. അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കോൺഗ്രിഗേഷനാണ്. ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നലെ ജാമ്യാപേക്ഷ കൊടുക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ അത് മറ്റാരോ ഇന്നലെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. മിക്കവാറും കോൺഗ്രസ് ആയിരിക്കും കുഞ്ഞിയ. എൻ്റെ പൊന്നു കുര്യ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കേന്ദ്രമന്ത്രിയൊക്കെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ഓളത്തരം ഊക്കാൻ നിൽക്കരുത്. ഇത് കേൾക്കുന്ന നാട്ടിലെ മറ്റ് ചോറ് തിന്നണ, നിന്നെപ്പോലെ ചാണകം തിന്നല്ല കേട്ടോ പറഞ്ഞത്, നാട്ടിലെ ചോറ് തിന്നണ മനുഷ്യന്മാർ കുറേയൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് നീ സ്വന്തം വീട്ടിൽ പോയി ഊക്കിയാൽ മതി. ഈ പറഞ്ഞ നാട്ടുകാർ ഊക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും പറഞ്ഞത് ചിലപ്പം ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഇന്നലെ കൊടുക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന്. ഇല്ല കുര്യ, എന്ത് ഊളയാട്ടോ താനൊക്കെ. ബാക്കി പറ, കേൾക്കട്ടെ. ഇന്നലെ കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അവിടെ വളരെ അകലയിൽ നിന്ന് പോലീസ് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ അവിടെ എത്തിച്ചിരുന്നു. ഞായറാഴ്ച തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ, അവരെ ഹാജരാക്കണമെങ്കിൽ കോടതിയിൽ അത് വേണമല്ലോ. അതിനുവേണ്ടി എത്തിച്ചിരുന്നു. ഞായറാഴ്ച തന്നെ എത്തിച്ചിരുന്നു. ഇന്നലെ മുഴുവൻ, ഞായറാഴ്ചയും ഇന്നലെയും മുഴുവൻ അവരവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തില്ല. ഇന്നും അതിനുള്ള ലക്ഷണം കാണാത്ത അവസരത്തിൽ പോലീസ് അവരെ തിരിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇവർ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് അവർ തിരിച്ച് വന്നിട്ടുണ്ടാവും. അല്ല കുര്യ, ആ സ്ഥലത്തോട്ട് ഈ പറഞ്ഞ ജയിലിലോട്ടും അതിൻ്റെ പരിസര ഭാഗത്തോട്ടും കുറേ UDFൻ്റെയും അല്ലെങ്കിൽ LDFൻ്റെയും കുറേ അതായത് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെയും MP ചെന്ന് ആ ഭാഗത്തോട്ട് ആരെങ്കിലും അടുപ്പിച്ച കുര്യ? എന്തേ കുര്യ അടുപ്പിക്കാനിത്? ബെയിൽ കൊടുക്കണോ, ഇനി എന്തെങ്കിലുമൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് ഇവരൊക്കെ പോയിട്ട് വല്ലവരെയും അടുപ്പിച്ചോ? ഇല്ലല്ലോ. ആകെ അടുപ്പിച്ചു എന്ന് പറയപ്പെടുന്നത് എൻ്റെ അനൂപ് ആൻ്റണിനെയും പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമേ ഈ പാവം അന്തം സംഘികൾ ഇങ്ങനെ പിടിച്ച് കാണിക്കുന്നുള്ളൂ. അവരെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന കുറച്ച് കഥകളും. അതല്ലാണ്ട് ആ ഭാഗത്തോട്ട് ആരെങ്കിലും അടുപ്പിച്ചോ കുര്യ? ഇല്ലല്ലോ. എന്നിട്ട് നീ എന്ത് വർത്താനം ഈ പറയണത് വന്നിട്ട്? ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അവ്യക്തതയാണ്. ഈ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അവരുടെ അനുവാദം ഇല്ലാതെ ആരോ അവിടെ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും എന്തൊക്കെയോ തീരുമാനം ഇവരുടെ വക്കാലത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല. അതായത് ഈ ബെയിൽ മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരുമില്ല. അവിടെ കോൺഗ്രസ്സുകാരെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാർ ഒരു ശ്രദ്ധയും അവിടെ ചെലുത്തുന്നില്ല. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അല്ല, എന്തേ അനൂപ് ആന്റണിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൂടായിരുന്നു? കേരളത്തിലെ മലയാളികളായിട്ടുള്ള സിസ്റ്റേഴ്സാണ് പെട്ടത്. നീ സിസ്റ്റേഴ്സ് നിങ്ങളുടെ കൂട്ടത്തിലെ കൗമിലേ ഇല്ലാന്ന് പറയുമോ? ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വല്ല മുസ്ലിങ്ങളും മതം മാറി വന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വേഷം കെട്ടി വന്നാന്ന് പറയാൻ വരുമോ?
ഭാഗ്യത്തിന് അതേതായാലും വന്നിട്ടില്ല. മുസ്ലിങ്ങൾ അതിൽ ഇല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ മൂഞ്ചി ചെറ്റി നിൽക്കുന്നത് നിന്റെ കുടുംബക്കാരും അല്ലെ നിന്റെ കൂട്ടക്കാരും തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരോട് എത്തിയാണ്. എന്താ കോൺഗ്രസ്സുകാർ അടുപ്പിച്ചില്ല? എന്തേ കോൺഗ്രസ്സുകാർ സ്വയം അവർ എന്താ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്നും പറഞ്ഞവൻ എന്ത് ഉത്തരവാദിത്തം കൊടുത്തില്ല ജി? ഈ എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? ഞാൻ എൻ്റെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വരാൻ വേണ്ടിയിട്ടാണോ? അതിൽ മോദിജി നേരിട്ട് വന്ന് അവരെ ഇറക്കി ദിവ്യ പുരുഷനായിട്ട് ഇങ്ങനെ നിൽക്കാൻ വി അടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വല്ലതാണോ? എന്തൊക്കെ ഊള വർത്താനങ്ങളാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും തന്നെ അവിടെ ഇല്ല. കോൺഗ്രസ്സുകാരെത്തി. ഞാനവരെ കുറ്റം പറയില്ല, കോൺഗ്രസ്സുകാരെ കുറ്റം പറയില്ല. അവർ പ്രതിപക്ഷ കക്ഷിയാണ്, അവർക്ക് പോകാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവർ കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ശ്രമിക്കുള്ളൂ, അവരെ കുറ്റം പറയുന്നില്ല. എൻ്റെ പൊന്നുകളെ, കോൺഗ്രസ്സുകാർ രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും വേണ്ട, മനുഷ്യത്വത്തിന്റെ പേരിലാണെങ്കിലും വേണ്ടില്ല, എടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നില്ല. എന്ത് ഊളത്തരാണ് താൻ പറയുന്നത്? പച്ച ചോറ് തിന്നടോ, ചാണ തിന്നതിന് പകരം. കോൺഗ്രസ്സുകാർ അവിടെ എത്തി, അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. പക്ഷെ അവർ രാഷ്ട്രീയവൽക്കരിക്കും എന്നുള്ളത് കൊണ്ട് അവരെ അടുപ്പിക്കുന്നില്ല എന്ന് പച്ചക്ക് നിന്റെ വായോണ്ട് നീ പൊലമ്പിയത് എൻ്റെ പൊന്ന് ക്രിസ്ത്യാനികളെ നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളെ പോസ്റ്റലായിട്ട് നിങ്ങളെ തലതൊട്ടപ്പനായിട്ട് കൊണ്ട് നടക്കുന്ന കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് വേറെ ഉത്തരവാദിത്തപ്പെട്ടവരെ എത്തിയിട്ടില്ല, കോൺഗ്രസ്സുകാരെത്തി അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ ഏറ്റെടുത്ത് അത് രാഷ്ട്രീയപരമായി പോകും, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കില്ല എന്ന്. ഇമ്മാതിരി ഊളനൊക്കെ തലേ കയറ്റി വെക്കുന്നത്. ഇവനൊക്കെ നാളെ വോട്ട് കഴിച്ച് വരുമ്പോൾ അവൻ്റെ മുഖത്തോട്ട് ചാണകവെള്ളം തളിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും നട്ടലുണ്ടെന്ന് പറയാം. ഇത് മൊത്തം ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനോടാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ചെങ്കിലും ക്രിസംഗികളല്ല കേട്ടോ, ക്രിസംഗി വാണ ചാണകങ്ങളോടല്ല, അല്ലാത്ത ക്രിസ്ത്യാനികളെ ഇവൻ്റെ ഈ ഊള വർത്താനങ്ങൾ കേട്ടോ. കോൺഗ്രസ് എത്തി, പക്ഷെ രാഷ്ട്രീയ വലിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കൂല എന്ന് പറയാൻ വേണ്ടി ആ ഒരു ആർജവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഒക്കെ മനസ്സിലിരിപ്പ് എത്ര നികൃഷ്ടമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്രമിക്കുള്ളവരെ കുറ്റം പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും അവിടെ എത്തുന്നത് നല്ലതാണ്. ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ ഇന്നലകളിൽ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ട ആരും തന്നെ അവിടെ ഇല്ല. ആ കോടതിയിലുമില്ല, അത് മോണിറ്റർ ചെയ്യാനുമില്ല. സിസ്റ്റേഴ്സിനെ അവർ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ്. രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത്? ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ പൊന്നുകളെ, ക്രിസ്ത്യാനികൾ ആ സിസ്റ്റേഴ്സ് നല്ലത് ചെയ്ത് നീ തന്നെ പറയണേ. ക്രിസ്ത്യാനികൾക്ക് പക്ഷപാതം പിടിക്കട്ടെ, പക്ഷപാതം പിടിക്കാന്ന് പറയാൻ നീ എന്താ പറഞ്ഞു വരുന്നത്? ഈ ക്രിസ്ത്യാനികളാണ് കുറ്റം ചെയ്തത്, അതുകൊണ്ട് അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധിയാണ്. എടാ, സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധികളാടാ ഉത്തരവാദിത്തപ്പെട്ട് അവിടെ ചെല്ലേണ്ടത്. അവിടെ അവരെ പോലീസിൽ അല്ലെങ്കിൽ അവരെ പോലീസിലെടുത്ത് അവരെ റിമാൻഡിലാക്കി അവരെ കോടതിയിൽ അടച്ചിട്ടില്ലെങ്കിൽ അവിടുത്തെ പോലീസും അവിടുത്തെ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ബജ്രംഗതകളും ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കയ്യേറ്റം ചെയ്ത് അവരെ പോയിട്ട് ഇതിലാക്കിയത്. അല്ലാണ്ട് കുടുംബക്കാർ വന്നിട്ടല്ല അവരെ ജയിലിലാക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ ജനപ്രതിനിധികളും എന്താ പറയുക നിയമപാലകരും അവന്മാരുടെ തോന്നിവാസത്തിന് വർഗീയത മൂത്ത ചെറ്റകൾ അവരെ പിടിച്ച് ജയിലിലിട്ട സമയത്ത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള നീ അവിടെ ക്രിസ്ത്യാനിറ്റി അല്ല നോക്കേണ്ടത്, അവിടുത്തെ മനുഷ്യത്വം നോക്കണം, അവർ ചെയ്ത കാര്യങ്ങൾ നോക്കണം. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടില്ല കോൺഗ്രസ്സുകാർ ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് സപ്പോർട്ടാവും രാഷ്ട്രീയപരമായിട്ട്, അതുകൊണ്ട് അവരും ഇടപെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള നിന്റെ വായിക്കൂടെ വന്നിട്ടുള്ള ഈ നികൃഷ്ടമായിട്ടുള്ള ചിന്ത ഉണ്ടല്ലോ, അവിടെ നീയൊക്കെ തനി പരമസംഖ്യ എന്ന് പറയപ്പെടുന്നത്. സംഖ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമില്ലാത്തത് എന്നുള്ള ആ ഒരു തരം ജീവിതമാണ് അവർക്ക്. ഹിന്ദു അല്ലെങ്കിൽ ബാക്കി എല്ലാവരും അവരുടെ കണ്ണിൽ തീവ്രവാദികളും രാജ്യത്തിന് ഇല്ലാണ്ടാക്കാമെന്ന ആളുകളുള്ള ആ ചിന്താഗതി വെച്ചുകൊണ്ടാണ് നീയൊക്കെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീയൊക്കെ ഏത് കോത്തായത്തിലെ വർത്തമാനം പറഞ്ഞ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ കുര്യ? പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. എൻ്റെ വിശ്വാസം അതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത്, കബളിപ്പിക്കരുത്. രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. എടാ ഊളെ, ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആര് തമ്മിൽ? നിന്റെ വായിൽ ആ മുസ്ലിം വിരോധം ഉണ്ടല്ലോ, ആ ഒരു ഇസ്ലാമോഫോബിയയിൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ആൾക്കാരോട് നിന്റെ മനസ്സിലുള്ള പച്ച ചാണക തീട്ട
ചിന്ത ഉണ്ടല്ലോ, ആ ചിന്തയാണ് ഇപ്പം നീ ഇവിടെ പറഞ്ഞത്. കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കുന്നത് ആര് തമ്മിലടുപ്പിച്ചു? എടാ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത, നിന്റെ സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത, ഈ നാട്ടിലെ ആളുകളുടെ ഇടയിൽ അസഹിഷ്ണുതയും നാട്ടിലെ ആളുകളുടെ തീവ്രവാദി ആളുകളെ തമ്മിലടുപ്പിക്കുന്ന ചെറ്റ സ്വഭാവമല്ലടാ നീ ഇപ്പം പച്ചക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ, ചോറ് തിന്നവർക്ക് ഇത് മനസ്സിലാവടാ കൂറെ. ഇനിയെങ്കിലും മനസ്സിലാക്കി. ചാണകം തിന്നുന്ന സംഖ്യകൾ നിന്നെ കൈയടിക്കും. നീ ഇപ്പൊ പറഞ്ഞത് പച്ച വർഗീയത. അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം. അത് ഈ ജാമ്യം മാറ്റിവെക്കാൻ, ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ്. നിയമം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. സിസ്റ്റേഴ്സ് എടാ, ഓളെ ജാമ്യം കൊടുക്കാൻ തീരുമാനിക്കുന്നത് കോടതിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ നിയമ വ്യവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ കോടതിനെയും കൂടെ നീയൊക്കെ വിലക്ക് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സിസ്റ്റേഴ്സ് ആണോ അവിടെ ജാമ്യം കൊടുക്കുന്നത് തീരുമാനിക്കുന്നത്? മരമണ്ട ആണോ? മാത്രമാണ് ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു. ആ കുഴപ്പം ഉണ്ടാക്കിയവർ, അത് ആരായാലും വേണ്ടില്ല, അവരവിടെ എത്തുകയും ആ ചിന്താക്കുഴപ്പം മാറ്റുകയും ചെയ്യണം. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ടവര് BJPയുടെ ചിലരോട് വിളിച്ചു പറയുന്നു, അവിടെ മറ്റു ചില രാഷ്ട്രീയക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു. അപ്പൊ അത് വളരെ വ്യക്തമല്ലേ? ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ, അത്രയാണ് ഇപ്പൊ പറയുന്നത്. അതൊന്നും ഞാൻ പറയാല്ല, ഞാനത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിയും. അത് അവിടെ അതെ കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടല്ലോ. ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ പറയാ, നിങ്ങൾക്ക് വേറെ പണി, നിങ്ങൾക്ക് ചില പണിയൊക്കെ ഇല്ലേ? ഞാൻ അത് ആരുടെയെന്നറിയില്ല. അതാ ഇവരുടെ അവന് ഊളയാണ്. നിങ്ങൾ പത്രക്കാർ നിങ്ങൾ എന്ത് വെച്ചാലും അവൻ ഈ ഊളത്തരയെ പറയാൻ പോകുന്നുള്ളൂ. അവനാണ് ഊളക്കുര്യൻ. ഊളക്കുര്യന്റെ വായിന്ന് ഇത്രയൊക്കെ വരാൻ പോകുന്നുള്ളൂ. അവര് ഊളത്തരാണ് അവൻ കിടന്ന് ഉരുളുന്നത്. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരും ഉത്തരവാദിത്തം അവനറിയില്ല. കോൺഗ്രസ്സുകാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അത് രാഷ്ട്രീയപരമായി പോകും. സിസ്റ്റേഴ്സ് ഉത്തരവാദിത്തപരമായ കാര്യങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് സിസ്റ്റേഴ്സ് കുറ്റം ചെയ്തു. ഇമ്മാതിരി ഊളത്തരം പറയുന്ന ഇവനെയാണോ നിങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ട് നടക്കുന്നത്? കുര്യൻ, പരമ ഊള. അതിന്റെ അപ്പുറത്തോട്ട് ഇവർ എന്ത് പറയാനാ? ഇവരുടെ വക്കാലത്തില്ലാതെ അവിടെ ജാമ്യം കൊടുത്തതാരാണ്? അത് ആരാ കൊടുത്തതെന്നേ? അതാ ഞാൻ പറഞ്ഞത്, അവിടെ ചിന്താക്കുഴപ്പമാണ്. ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരുണ്ടെങ്കിൽ അവരവിടെ പോകണം. അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ, ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ, കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടത് അത് മാറ്റിവെക്കുന്നു. കാരണം ഒരു ദിവസം കൂടെ ബഹളം വെക്കാമല്ലോ, ഒരു സംസ്ഥാനത്തെ കുറ്റം പറയാമല്ലോ, ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കുറ്റം പറയാം. അവിടുത്തെ രീതി അവിടെയല്ലേ, കേരളത്തിലെ രീതി കേരളത്തിലെ. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല രണ്ടും വേറെ വേറെ രാജ്യങ്ങളിലാണോ അല്ലേ? എൻ്റെ പൊന്നുകൂളെ, ഈ പറഞ്ഞ ഛത്തീസ്ഗഡും കേരളവും ഒക്കെ ഇന്ത്യൻ്റെ അകത്തല്ലേ? അവിടുത്തെ നിയമമൊക്കെ ഒന്നല്ലേ? പിന്നെ അവിടുത്തെ നിയമം വേറെ, ഇവിടുത്തെ നിയമം വേറെയാണോ? അവിടുത്തെ ചിന്താഗതി വേറെ, ഇവിടുത്തെ ചിന്താഗതി വേറെയാണോ? എന്തൊക്കെ ഊളത്തരമാണ്, മൂഞ്ചിക്കുന്ന വർത്തമാനങ്ങളാണ് ഈ പത്രക്കാരോട് പറയുന്നത്. ഈ ഇതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ടർ വീഡിയോ, എല്ലാ വീഡിയോയും താഴത്ത് വന്ന് നിങ്ങളൊന്ന് കമൻറ്റ് നോക്കണം. ഇവനെ മാട്ടത്തെറി വിളിച്ചിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ പോലും കുര്യനെ സപ്പോർട്ട് ചെയ്ത വർത്താനം എന്താ? ഈ ചോറ് നിന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോഴും ചാണകം നിന്ന സംഖ്യക്ക് ഇത് മനസ്സിലാവാത്തുള്ളൂ. അത് ഉത്തരവാദിത്തപ്പെട്ടവർ, അത് അവർക്ക് മനസ്സിലാവും. അല്ല, അവർക്ക് അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ആരുടെ വേണമെങ്കിലും പേര് ഉപയോഗിച്ചോളൂ, എനിക്ക് വിരോധമില്ല. ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആരുടെ വേണമെങ്കിലും പേര് ഉപയോഗിച്ചോളുക. ഉത്തരവാദിത്തപ്പെട്ടവര്, അതാണ് ഞാൻ പറഞ്ഞത്, ആരായാലും വേണ്ടില്ല. കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര്, അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര്, സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാതിരുന്നവര് ആരും അവിടെ ഇല്ല. അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. അവര് സ്വയം ചോദിക്കട്ടെ. അവർ യേശുക്രിസ്തുവിനോട് ചോദിക്കട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കട്ടെ. നന്ദി, നമസ്കാരം. ഈ ഊളക്കുര്യൻ നാളെ വോട്ടും ചോദിച്ച് നിങ്ങളൊക്കെ, എൻ്റെ പൊന്നു ക്രിസ്ത്യാനികളെ, നിങ്ങളൊക്കെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ ഊളക്കുര്യനോട് നിങ്ങളൊരു കാര്യം പറയണം. കർത്താവായ യേശുവിനോട് വോട്ട് ചോദിച്ചോളാൻ. യേശു വോട്ട് തരാണെങ്കിൽ നീ ആ വോട്ട് എടുത്തിട്ട് വിഴുങ്ങി നീ അങ്ങ് ജയിച്ചോ എന്ന് പറയണം. അതല്ലാണ്ട് ഇവനൊക്കെ വോട്ട് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാലല്ലോ, ഇവനൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ ചേറ്റ വർത്താനം എന്ന് പറയും. അതൊക്കെ നിങ്ങളുടെ കണ്ണാക്കിലേക്ക് അടിച്ചു തരുന്ന പോലെ ആയിരിക്കും. ഇപ്പോഴെങ്കിലും ബോധം വെക്ക്.
തൃശ്ശൂരുകാരൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വേറൊരു വലിയ ചെങ്ങാനെ അങ്ങോട്ട് വിട്ടുള്ള എന്തെങ്കിലും ഊളത്തരം ചെയ്യും. എന്ത് നാട്ടിൽ കേക്ക് കട്ട് ചെയ്യും, മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കും, അതൊക്കെ ചെയ്യും. അതേപോലെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കേക്കിന് വരെ നല്ല തീട്ടം വാരി മേലേറും ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസ്റ്റർമാർ, ഈ പറഞ്ഞ സിസ്റ്റേഴ്സിൻ്റെയും. അത് കണ്ട് ഇവിടെ നിന്ന് ചിരിച്ച് ഇവിടെ വീണ്ടും കൊണ്ട് കൊടുക്കും അടുത്ത കേക്ക് ബാക്കിയുള്ള ഈ ക്രിസംഗികളെയും ഈ മറ്റേ എന്താ പറയുക ക്രിസ്ത്യാനി അണ്ണാക്കിലേക്ക് തള്ളി കൊടുക്കാൻ. ഇവനൊക്കെ വോട്ട് വെച്ച് വരുമ്പോൾ ചോദിക്കണം, പറയണം, അങ്ങ് കർത്താവിനോട് ചോദിച്ചോളാം വോട്ട്, അല്ലാണ്ട് നിങ്ങളോടല്ല എന്നുള്ളത്. ഈ ഒരു സാമാന്യ ബോധം ഇപ്പോഴെങ്കിലും ഇവൻ്റെയൊക്കെ മനസ്സിൽ ഈ മുസ്ലിം വിരുദ്ധത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ് നാട്ടിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കുന്നത് മുസ്ലിങ്ങളാണെന്നും പറഞ്ഞിട്ട് ഈ വാ തുറന്നില്ല അവനൊക്കെ ഇപ്പോഴെങ്കിലും നല്ലവരായിട്ടുള്ള കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മനസ്സിലാക്കുക ഇവൻ്റെ ഉള്ളിലെ വർഗീയത എത്രയെന്നുള്ളത്. പ്ലീസ്.